ഹായ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലഞ്ച് കോമ്പിനേഷൻ ആണ്. ഒന്നുമില്ല, ഒരു മോര് കാച്ചിയതും ഒരു മെഴുക്ക് വരട്ടിയും പിന്നെ ഒരു മീൻ വറുത്തതും. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇന്ന് നമുക്ക് ആദ്യം മെഴുക്ക് വരട്ടി ഉണ്ടാക്കാം. അപ്പം ഞാൻ കോവയ്ക്കാണ് ഇരിപ്പുള്ളത്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മെഴുക്ക് വരട്ടി ഉണ്ടാക്കുന്നത്. അപ്പം ഇത് ഏകദേശം ഒരു 250 ഗ്രാം കോവയ്ക്കുണ്ട്. അപ്പോൾ ഇത് ഒരു നേരത്തേക്ക് ഉള്ളതേ ഉള്ളൂ. അപ്പോൾ അത് മുഴുവനും ഞാൻ അങ്ങ് വട്ടത്തിൽ അരിഞ്ഞെടുക്കുകയാണ്. ഇച്ചിരി ഒത്തിരി അങ്ങ് ഘനം കുറയ്ക്കുകയും ചെയ്യല്ല, എന്നാൽ ഒത്തിരി വലിയ ഘനം ആകല, ആ ഒരു രീതി വേണം കോവയ്ക്ക അരിയാൻ വേണ്ടിയിട്ട്. അപ്പം അതരിഞ്ഞെടുക്കുക. പിന്നെ ഇന്നൊരു നോ കോക്കനട്ട് ലഞ്ച് പോലാണ്, കാരണം ഇന്ന് നമ്മൾ തേങ്ങ ഉപയോഗിക്കുന്നേ ഇല്ല. കാരണം മെഴുക്കുവരട്ടിക്ക് തേങ്ങ വേണ്ട. പിന്നെന്താ നമ്മളൊരു മോര് കാച്ചിയത്, പുളിശ്ശേരി എന്നൊക്കെ ഞാൻ പറയും, തേങ്ങയൊന്നും അരയ്ക്കാത്ത രീതിയിൽ ഉള്ള ഒരു മോര് കാച്ചിയത്, ആ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനും തേങ്ങ വേണ്ട. പിന്നെ മീനാണ് ഇരിപ്പുള്ളത്, അപ്പം മീൻ വറക്കാനും വേണ്ടല്ലോ. അപ്പം ആ ഒരു നോ കോക്കനട്ട് ഒരു ലഞ്ച് കോമ്പിനേഷനാണ്. അപ്പം ഞാൻ കോവയ്ക്ക എല്ലാം വട്ടത്തിൽ അരിഞ്ഞു വെച്ചു. അതിന് വേണ്ടിയിട്ടുള്ള എരിവിനാവശ്യത്തിനുള്ള പച്ചമുളകും, പിന്നെ ഇതിനകത്ത് ഞാനിപ്പം ഒരു സബോളയും കൂടെ ചേർക്കുന്നുണ്ട്. കാരണം അപ്പം നമ്മൾ വേറെ പ്രത്യേകിച്ച് പച്ചക്കറി ഐറ്റംസ് ഒന്നും ഉപയോഗിക്കുന്നില്ലല്ലോ. വേറെ ഒരു ഒഴിച്ചുകറിക്കാണെങ്കിലും നമ്മൾ കഷ്ണങ്ങൾ ചേർക്കുന്നില്ല. പിന്നെ അതല്ലാതെ വേറൊന്നും എടുക്കാത്തത് കൊണ്ട് ഞാനൊരു സബോളയും കൂടെ ഈ കോവയ്ക്കകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മെഴുക്ക് വരട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ സബോള ചേർക്കാതെ ഞാൻ വയ്ക്കും. ജസ്റ്റ് കോവയ്ക്കയും പച്ചമുളകും മാത്രം വഴറ്റി, അതും എനിക്കിഷ്ടമാണ്. പിന്നെ ഇത് ചേർക്കുന്നതും എനിക്കിഷ്ടമാണ്. അപ്പം ഞാൻ എണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ സബോള ചേർത്തു, പച്ചമുളകും ചേർത്തു, ഉപ്പും ചേർത്തു, ജസ്റ്റ് ഒന്ന് വഴറ്റുക. ഒത്തിരി അങ്ങ് വഴണ്ട് പോകണമെന്നൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഞാൻ ഇതിനകത്തൊന്നും മുളക് പൊടിയായി കുറവാണ് ചേർക്കുന്നത്, ഞാൻ ചേർക്കാറില്ല. ഞാൻ കൂർക്ക മെഴുക്ക് വരട്ടി വെക്കുമ്പോഴോ അല്ലെങ്കിൽ കൂർക്ക മെഴുക്ക് വരട്ടി വെക്കുമ്പോൾ ചേർക്കാറില്ല. എനിക്കതും പച്ചമുളകിൻ്റെ ടേസ്റ്റാണ് ഇഷ്ടം. മറ്റേ നമ്മുടെ ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടി വെക്കുമ്പോഴാണ് മെയിനായിട്ട് ഞാൻ മുളക് പൊടി ചേർക്കുന്നത്, അല്ലെങ്കിൽ ചക്കക്കുരു മെഴുക്ക് വരട്ടിയൊക്കെ വെക്കുമ്പോൾ. അല്ലാതെ ഞാൻ ഒരു മെഴുക്ക് വരട്ടിക്ക് മുളക് പൊടി ചേർക്കത്തില്ല. എനിക്ക് പച്ചമുളകിൻ്റെ ആ ഒരു ടേസ്റ്റിൽ മെഴുക്ക് വരട്ടി ആക്കുന്നത് ഇഷ്ടം. അപ്പം ഞാൻ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മുടെ കോവയ്ക്കയും ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇളക്കി അങ്ങ് അടച്ചു വെക്കുക. ഒരു ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. ഇത് തന്നെ ഇങ്ങനെ വെന്ത് വന്നോളും, വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. ഇനി നമ്മുടെ മീൻ വറക്കാൻ പോകണം. അതിനകത്ത് ഞാൻ ചേർത്തിരിക്കുന്നത് ചെറിയുള്ളി, ഒരു 3-4 ചെറിയുള്ളി, ഒരു മീഡിയം സൈസ് ഇഞ്ചിയും, ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട്. പിന്നെ ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളം നമ്മുടെ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്, കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട്. ഉപ്പ് ഞാൻ കുറച്ച് ഇതിനകത്ത് ചേർക്കുന്നുള്ളൂ, കാരണം ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും നല്ലോണം പുരട്ടിയാണ് മീൻ വെച്ചിരിക്കുന്നത്. വന്നപ്പോൾ തന്നെ അത് കഴുകി അത് പുരട്ടിയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നല്ലോണം പിടിക്കും. ഇപ്പം നാളത്തേക്കാണേലും വേണമെങ്കിൽ നമുക്ക് എടുത്ത് കറി വെക്കാനും ഒക്കെ അത് നല്ലോണം പിടിക്കും. അതുകൊണ്ട് ഞാൻ നേരത്തെ അത് ചെയ്ത് വെച്ചാണ്. അതുകൊണ്ട് ഉപ്പ് ശകലം ചേർത്താൽ മതി. പിന്നെ കുരുമുളക് പൊടി ഞാൻ അതിനകത്ത് ചേർത്തിട്ടുള്ളതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. മുളക് പൊടി, ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, ഇത്രയും കാര്യങ്ങൾ അരച്ച് അതൊന്നുകൂടെ പുരട്ടി അങ്ങ് മാറ്റി വെക്കുക. ഇനി നമുക്ക് മോര് കാച്ചിയതുണ്ടാക്കാം. അത് ഞാൻ എൻ്റെ മിക്കവാറും ഉള്ള വീഡിയോയിൽ ഇതുള്ളതാണ്. എണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക, ഉലുവ, ജീരകം, മുളക്, ഇത്രയും കടുകിൻ്റെ കൂട്ടത്തിൽ ചേർത്തെടുക്കുക. എന്നിട്ട് ഇത് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യണം, കാരണം അല്ലെങ്കിൽ കരിഞ്ഞു പോവും. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നല്ലപോലെ തൈരോ മോരോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നല്ലപോലെ അതിൻ്റെ കട്ടയെല്ലാം ഉടച്ച് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് ശകലം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കണം. ഞാൻ മുളക് പൊടി ചേർക്കാറില്ല. ഈ മോര് കാച്ചിയതിന് ഞാനങ്ങനെ എരിവൊന്നും പ്രിഫർ ചെയ്യുന്നില്ല. വേറെ കൂട്ടാനുകളൊന്നും ഇല്ലെങ്കിൽ ഇപ്പോൾ വേണമെങ്കിൽ ഇച്ചിരി മുളക് പൊടിയും കുറച്ച് എരിവൊക്കെ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഞാനങ്ങനെ എരിവ് ചേർക്കാറില്ല. എന്നിട്ട് ഇനി ഇതൊന്ന് ചൂടാക്കി എടുക്കുക, തിളപ്പിക്കല്. ഈ മോരൊന്ന് ചൂടാകണം. ഇപ്പം ഞാൻ ചേർത്ത ശക്കലം വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടിയാണ്. ഇത് നേരത്തെ ഒന്നും എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. ഇത് ചേർക്കുന്നത് നല്ലതാണ്. ഇപ്പം ഞാനിത് പൊടിച്ചു വെച്ചു. അപ്പം അതും കൂടി ഈ മോര് കാച്ചിയതിനകത്ത് ചേർക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം ചേർക്കാം. പക്ഷെ ഞാനതൊന്നും ചേർക്കാറില്ല. എൻ്റെ ഒരു സിമ്പിൾ മോര് കാച്ചിയത് ഇതാണ്.
അപ്പം അതും കൂടെ ചേർത്ത് ഒന്ന് ജസ്റ്റ് മോരൊന്ന് ചൂടാകുക. ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നില്ലെങ്കിൽ ഇതങ്ങ് പിരിഞ്ഞു പോവും. അപ്പം പിരിഞ്ഞു പോകാതെ അതൊന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സിമ്പിളായിട്ടുള്ള മോര് കാച്ചിയത്, ഞാൻ പറയുന്നതിന് പുളിശ്ശേരി എന്നാണ്, അതും റെഡിയായി. പിന്നെ ഇനി നമുക്ക് മീൻ വറുത്താൽ മാത്രം മതി. മെഴുക്കുവരട്ടിയായി, പുളിശ്ശേരിയായി, ഇനി നമുക്ക് മീൻ വറുക്കാം. അപ്പോൾ മീൻ വറുക്കാൻ പ്രത്യേകിച്ചൊന്നുമില്ല. ഇത് തിരുതാന്ന് പറഞ്ഞ മീനാണ്. ഞാൻ അധികം അങ്ങനെ മേടിക്കാത്ത മീൻ. ഇപ്പോൾ ഇവിടെ മീനൊക്കെ വരവ് കുറവാണ്. അതുകൊണ്ട് നമ്മുടെ സാധാരണ മേടിക്കുന്ന മീൻ മത്തി അയിലയൊക്കെ വളരെ കുറവാണ് കിട്ടുന്നത്. അതുകൊണ്ട് ഇത് ഞാൻ ഒരു പ്രാവശ്യം കണ്ട് നേരത്തെ വാങ്ങിച്ചിട്ടുണ്ട്. അത് കുറേ നാൾ മുമ്പാണ് വാങ്ങിച്ചിരിക്കുന്നത്. പിന്നെ ഞാനിപ്പം വേറൊന്നും കിട്ടാഞ്ഞപ്പോൾ ഇത് വാങ്ങിച്ചതാണ്. അപ്പോൾ അത് ഇച്ചിരി കഷ്ണം മീനാണ്, നല്ലതാണ്, കുഴപ്പമൊന്നുമില്ലായിരുന്നു വറുക്കാൻ. ഞാൻ കൂട്ടാൻ വെച്ച് ഇതുവരെ കൂട്ടി നോക്കിയിട്ടില്ല. ഇത് വറുത്താണ് കൂട്ടിയിരിക്കുന്നത്. അപ്പം എണ്ണ ചൂടായതിനകത്ത് കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ടതിന് ശേഷം ഈ മീൻ മതി. ഞാൻ 4 പീസ് ഇതിനകത്തുനിന്ന് എടുക്കുന്നുള്ളൂ. പിന്നെ ഞാൻ പിറ്റേ ദിവസത്തേക്ക് എടുത്ത് അങ്ങ് ഫ്രീസറിൽ വെക്കും. അപ്പം 4 പീസ് മാത്രമേ ഞാൻ വറക്കുന്നുള്ളൂ. ബാക്കി പിറ്റേ ദിവസം എടുക്കുമല്ലോ. ഇതെല്ലാം കൂടി ഇപ്പം വറുത്ത് നമുക്ക് കഴിക്കത്തും ഇല്ല, അത് ശരിയല്ലല്ലോ. അപ്പോൾ അത് നമുക്ക് മറ്റൊക്കെ മാറ്റി വെക്കാം. ഇത് നന്നായിട്ട് അപ്പുറവും ഇപ്പുറമൊക്കെ മറിച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് അപ്പോൾ വേറൊന്നുമില്ല, ഇനി ചോറ് വിളമ്പി കഴിച്ചാൽ മാത്രം മതി. അപ്പം ചോറും നമ്മുടെ മോര് കാച്ചിയതും കോവയ്ക്ക മെഴുക്കുവരട്ടിയും മീൻ വറുത്തത്. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി വേണമെങ്കിൽ അച്ചാറോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നല്ല. പക്ഷെ ഞങ്ങളങ്ങനെ മീനുള്ളപ്പോൾ ഇവിടെ അച്ചാറൊന്നും അധികം ഉപയോഗിക്കാറില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു സോ മച്ച്.